നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊക്കെ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ പരസ്യം കാണുവാനായിട്ട് സാധിക്കും. നമ്മളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് സേഫ് ആക്കി വെച്ചുകൊണ്ട് സെക്കൻഡറി ബാങ്ക് അക്കൗണ്ടായിട്ട് എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടാണ് നമുക്ക് പരസ്യം കാണുവാനായിട്ട് കഴിയുക. സീറോ ബാലൻസ് അക്കൗണ്ടാണെന്നൊക്കെയാണ് പരസ്യത്തിൽ കാണുന്നത്. പലരും സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നുമില്ല, അക്കൗണ്ടിൽ ഫണ്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. പക്ഷേ ഈ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ കൂടി ആ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പല സർവീസ് ചാർജുകളും വരുന്നുണ്ട്. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ സർവീസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ മറ്റു കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഓഫർ ചെയ്യുന്ന സീറോ ബാലൻസ് അക്കൗണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് ചാർജ് വളരെ കൂടുതലാണ്. നമുക്ക് ഈ ഒരു ആനുവൽ മെയിൻ്റനൻസ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ ഒരു AMC ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്, SMS അലർട്ട് ചാർജ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ സർവീസ് ചാർജിൽ പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് പരസ്യം കണ്ടുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ പലപ്പോഴും ഈ രീതിയിലുള്ള സർവീസ് ചാർജും കാര്യങ്ങളൊന്നും നോക്കാറില്ല. നമ്മൾ പലപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയുള്ള സർവീസ് ചാർജുകളെ പറ്റി ഡീറ്റെയിൽ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഒരു ചാനലിൽ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ സർവീസ് ചാർജിൽ മാറ്റം വന്നപ്പോൾ പല കമൻസും വന്നിരുന്നു പുതിയ അപ്ഡേറ്റഡ് സർവീസ് ചാർജിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനായിട്ട്. സോ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഇപ്പോൾ നിലവിലെ സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു മെയിൻ സർവീസ് ചാർജാണ് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്. ഈ ഒരു ചാർജ് നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോഴും നൽകേണ്ടതായിട്ടുണ്ട്. ക്വാർട്ടർലിയാണ് ഈ ഒരു ചാർജ് എടുക്കുന്നത്. ഇപ്പോൾ നിലവിലെ ഒരു മെയിൻ്റനൻസ് ചാർജ് 50 രൂപ പ്ലസ് GST എന്തോ ആണ്. പക്ഷേ പുതിയ ചാർജ് എന്ന് പറയുന്നത് 99 രൂപ പ്ലസ് GST ആണ്. ഈ ഒരു ചാർജ് ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ ജൂലൈ 1 മുതൽ ആപ്ലിക്കബിൾ ആണ്. അതായത് ഓരോ 3 മാസം കൂടുമ്പോഴും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് 99 രൂപ പ്ലസ് GST കൊടുക്കണം. ഒരു വർഷമാകുമ്പോൾ മൊത്തം നമ്മൾ GST ഉൾപ്പെടെ കൊടുക്കേണ്ടതായിട്ട് വരിക 467 രൂപയോളമാണ്. പിന്നെ DBT കസ്റ്റമർ, അതായത് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് 6 മന്തിനുള്ളിൽ DBT ട്രാൻസ്ഫർ വഴി എന്തെങ്കിലും ഫണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഈ ഒരു ആനുവൽ മെയിൻ്റനൻസ് ചാർജ് 49 രൂപ പ്ലസ് GST മാത്രമായിരിക്കും. പക്ഷേ കണ്ടീഷൻ വരുന്നത് ലാസ്റ്റ് 6 മന്തിൽ ഈ ഒരു DBT വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും ഫണ്ട് ക്രെഡിറ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ട് ആണോ അല്ലയോ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ഏപ്രിൽ 2026 മുൻപ് ഓൺബോർഡ് ചെയ്ത മൈനർ കസ്റ്റമർ ആണെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഒരു AMC ചാർജ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ AMC ചാർജ് ആപ്ലിക്കബിൾ അല്ലാത്ത മറ്റു കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് സാലറി റെസിപ്പിയൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ ഡോർമെൻറ്റ് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ട് ഡോർമെൻറ്റ് സ്റ്റേജിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ അല്ല. നിലവിലുള്ള കസ്റ്റമേഴ്സിന് ജൂൺ 30 വരെ 50 രൂപ പ്ലസ് GST ആയിരിക്കും AMC ചാർജ് ആയിട്ട് ഈടാക്കുക. ജൂലൈ 1 മുതലാണ് പുതിയ ചാർജ് പ്രാബല്യത്തിൽ വരുന്നത്. പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു ചാർജ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് നെഗറ്റീവിലേക്കൊന്നും പോവുകയില്ല. അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ചാർജ് ഈടാക്കും. പിന്നീട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എപ്പോഴാണ് ഫണ്ട് വരുന്നത് ആ ഒരു സമയത്ത് അവർ ചാർജ് എടുക്കും. ഇപ്പോൾ ഒരു ചാർജ് നമ്മൾ കൊടുക്കാനുണ്ട്, നെക്സ്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു ചാർജ് റിക്കവർ ചെയ്തെടുക്കും. അതിനായിട്ട് അവർ ട്രൈ ചെയ്യുമെന്നാണ് നമുക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കാണുവാനായിട്ട് സാധിക്കുക. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാർജാണ് SMS അലർട്ട് ചാർജ്. ആദ്യത്തെ 100 SMS, ഒരു മാസത്തെ ആദ്യത്തെ 100 SMS സൗജന്യമാണ്. അത് കഴിഞ്ഞ് ഓരോ SMS-നും 35 പൈസ പ്ലസ് GST ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു മാസത്തിൽ മാക്സിമം ഈടാക്കുന്ന ചാർജ് ഈ ഒരു കാറ്റഗറിയിൽ SMS അലർട്ട് ചാർജായിട്ട് മാക്സിമം ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 75 രൂപയാണ് എക്സ്ക്ലൂഡിങ് GST. പിന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ കസ്റ്റമർ ആണെങ്കിൽ ലാസ്റ്റ് 6 മന്തിനുള്ളിൽ എന്തെങ്കിലും എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, DBT വഴി ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് SMS അലർട്ട് ചാർജ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ കഴിഞ്ഞ ഏപ്രിലിനുള്ളിൽ ഓൺബോർഡ് ചെയ്ത മൈനർ കസ്റ്റമർ ആണെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഈ ഒരു SMS അലർട്ട് ചാർജ് എടുക്കുകയില്ല. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് ഡോർമെന്റ് സ്റ്റേജിലാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് സാലറി റെസിപ്പിയൻ്റ് അക്കൗണ്ട് ഒക്കെ ആണെങ്കിൽ ഈ ഒരു SMS അലർട്ട് ചാർജ് ആപ്ലിക്കബിൾ അല്ല. ഇനി എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു സർവീസ് ചാർജുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ വരുന്ന മറ്റൊരു ചാർജ് സാലറി അക്കൗണ്ട് കൺവീനിയൻസ് ചാർജ് ആണ്. 45 രൂപ ഇൻക്ലൂഡിംഗ് GST ആണ് ഓരോ ക്വാർട്ടറിലും നൽകേണ്ടി വരിക. സാലറി കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് AMC ചാർജും SMS ചാർജും ആപ്ലിക്കബിൾ അല്ല. MSME അതുപോലെ തന്നെ ലാർജ് കോർപ്പറേറ്റ്സ് അക്കൗണ്ട്സിനാണ് ഈ ഒരു സാലറി അക്കൗണ്ട് കൺവീനിയൻസ് ചാർജ് ഈടാക്കുക. 2026 ജനുവരിക്ക് മുമ്പായിട്ട് ഓൺബോർഡ് ചെയ്ത സാലറി അക്കൗണ്ട് കസ്റ്റമർ ആണെങ്കിൽ ഈ ഒരു കൺവീനിയൻസ് ചാർജ് 45 രൂപയ്ക്ക് പകരം 25 രൂപ ഇൻക്ലൂഡിംഗ് GST ആയിരിക്കും. പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് അക്കൗണ്ട് ഫെസിലിറ്റേഷൻ ചാർജ്, AFC എന്ന് പറയും. ഇത് 50 രൂപ ഇൻക്ലൂഡിംഗ് GST ആണ് ഈടാക്കുന്നത്. ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ ആവുള്ളത് ഡിജിറ്റലി ഓൺബോർഡ് ചെയ്ത കസ്റ്റമേഴ്സിന് ഇത് ആപ്ലിക്കബിൾ അല്ല. നമ്മൾ എയർടെലിൻ്റെ ബാങ്കിങ് പോയിന്റ്സ് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണെങ്കിലാണ് ഈ ഒരു അക്കൗണ്ട് ഫെസിലിറ്റേഷൻ ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പിന്നെ വൈറ്റ് ലിസ്റ്റഡ് റീറ്റെയിലേഴ്സ് വഴി ഓപ്പൺ ചെയ്ത സാലറി അക്കൗണ്ട് ആണെങ്കിൽ ഈ ഒരു AFC ചാർജ് 100 രൂപയായിരിക്കും. പിന്നെ വരുന്ന മറ്റു സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചാർജ്. 0 to 25,000 രൂപ ഫ്രീ ആണ്. 25,000 രൂപയ്ക്ക് മുകളിൽ 50,000 രൂപ വരെ ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ 0.5% ചാർജ് ഈടാക്കും. 50,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ 0.75% ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ചാർജ് ആയിട്ട് ഈടാക്കും. ഇനി ക്യാഷ് വിഡ്രോവൽ നോക്കിക്കഴിഞ്ഞാൽ
നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ ടോട്ടൽ നടത്തുന്ന 10,000 രൂപ വരെയുള്ള ക്യാഷ് വിഡ്രോവൽ സൗജന്യമാണ്. 10,000 രൂപയ്ക്ക് മുകളിൽ ഒരു മാസം നടത്തുന്ന ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വിഡ്രോവൽ എമൗണ്ടിൻ്റെ 0.65% ചാർജ് ഈടാക്കും. പിന്നെ ഫസ്റ്റ് പാസ്ബുക്ക് ഇഷ്യൂവൻസ് ചാർജ് വരെയെല്ലാം ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് പാസ്ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ തവണയും 100 രൂപ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഫണ്ട് ട്രാൻസ്ഫർ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് ടു എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക്, അതുപോലെ തന്നെ IMBS എന്നിവ നമുക്ക് സൗജന്യമാണ്. മിനിമം ക്യാഷ് ഡെപ്പോസിറ്റ് എമൗണ്ട് 10 രൂപയാണ്. മിനിമം ക്യാഷ് വിഡ്രോവൽ എമൗണ്ടും 10 രൂപയാണ്. മിനിമം ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ട എമൗണ്ടും 10 രൂപയാണ്. പിന്നെ മാക്സിമം ക്യാഷ് വിഡ്രോവൽ പെർ ട്രാൻസാക്ഷൻ 25,000 രൂപ വരെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ മാക്സിമം ക്യാഷ് വിഡ്രോവൽ ഒരു മാസം നമുക്ക് ചെയ്യാൻ സാധിക്കുക 5 ലക്ഷം രൂപ വരെയാണ്. പിന്നെ മാക്സിമം സേവിങ്സ് അക്കൗണ്ട് ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക 1,97,000 രൂപ വരെയാണ്. പിന്നെ മാക്സിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഒരു വർഷം നമുക്ക് വരുന്നത് മൊത്തം 40,000 ട്രാൻസാക്ഷൻസ് ആണ്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. പിന്നെ മാസ്റ്റർ കാർഡ് ഉപയോഗിച്ച് ഒരു ദിവസം നടത്തുവാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 15 ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുക. പിന്നെ പാൻ കൊടുക്കാതെ ഓപ്പൺ ചെയ്ത സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസം നമുക്ക് മാക്സിമം ആഡ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപ വരെയാണ്. പിന്നെ ഒരു മാസം ഈ ഒരു കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ, അതായത് പാൻ കാർഡ് ആഡ് ചെയ്യാത്ത അക്കൗണ്ട് ആണെങ്കിൽ ഒരു മാസം നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ടും 10,000 രൂപയാണ്. ഇനി കസ്റ്റമർ വിത്ത് പാൻ ആണെങ്കിൽ മന്ത്ലി അക്കൗണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് വരുന്നത് 6 ലക്ഷം രൂപയാണ്. വിത്തൗട്ട് പാൻ ആണെങ്കിൽ 2 ലക്ഷം രൂപയാണ് വരുന്നത്. പിന്നെ ഈയിടയ്ക്ക് BSBD അക്കൗണ്ട് സ്കീമിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പല ട്രാൻസാക്ഷനും സൗജന്യമാക്കി മാറ്റിയിരുന്നു. അതിനെപ്പറ്റി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ബട്ടണിൽ ആഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ലാസ്റ്റ് 6 മന്തിൽ ഈ ഒരു DBT വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ക്യാഷ് വിഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി